സാറേ, എല്ലാ കാലത്തും ഇന്ത്യയിൽ ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പങ്ക് പെട്രോളിനുണ്ടല്ലോ. ഈ പെട്രോൾ വിലയുമായി ബന്ധപ്പെട്ടായിരിക്കും ആ സമയങ്ങളിൽ ചർച്ചയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കണ്ടുവരുന്നത് ഒരവസ്ഥ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് ഈ പെട്രോളിൻ്റെ വില വലിയ രീതിയിൽ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട, അതിലൂടെ ഞങ്ങൾക്ക് വോട്ട് നേടാമെന്ന രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിതിൻ ഗഡ്കരിയാണ് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഒരു പൊതുയോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പെട്രോളിന് പകരം 15 രൂപയ്ക്ക് ഒരു ഇന്ധനം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എന്താണ്? ഈ നിതിൻ ഗഡ്കരി അങ്ങനെ രാജസ്ഥാനിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ നിരവധി പേർ അദ്ദേഹത്തെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യുന്നുള്ളതാണ്. ശരിയാ, ട്രോളിപ്പോവും. കാരണം BJP സർക്കാർ 2014 അധികാരമേൽക്കുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് പെട്രോളിൻ്റെ വില ഏതാണ്ട് 80-90 രൂപയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും 100 രൂപയ്ക്കകത്തും, പിന്നെ കേരളത്തിൽ 100 രൂപയ്ക്ക് മുകളിലുമാണ്, 107-108 രൂപയിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് BJP പറഞ്ഞത് പെട്രോൾ വില ഞങ്ങൾ 50 രൂപയിൽ എത്തിക്കും എന്ന് പറഞ്ഞു. ഇതാണ് പിന്നീട് പ്രതിപക്ഷവും മറ്റുള്ളവരും ഒക്കെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി ഇത് പറയുമ്പോൾ, നിതിൻ ഗഡ്കരി എന്നല്ല, ഭരണപക്ഷത്തുള്ള ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും, അതിനെ ട്രോളും, ഇതൊരു തമാശയായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് എടുത്ത് കാണേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി ചില്ലറക്കാരനല്ല, ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. പെട്രോളിയം വകുപ്പ് മന്ത്രിയാണ് അല്ലേ? അദ്ദേഹം നല്ല ദീർഘവീക്ഷണമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയാകാൻ അദ്ദേഹം യോഗ്യനാണ്. അവരുടെ പാർട്ടി സംവിധാനങ്ങളും RSS ഒക്കെ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ നിതിൻ ഗഡ്കരി ആകണം നരേന്ദ്രമോദിക്ക് ശേഷം ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യത്തിന് നമ്മളിപ്പോൾ കാണുന്നതിന് അപ്പുറമുള്ള ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലല്ലോ, ഒറ്റകക്ഷിയാവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ BJPക്കും നരേന്ദ്രമോദിക്കും. ആ സമയം ചില കോണുകളിൽ നിന്നെങ്കിലും ഈ നിതിൻ ഗഡ്കരിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇവിടെ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ലിറ്ററിന് 15 രൂപയുടെ പെട്രോളിന് 15 രൂപയാക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, 15 രൂപയുടെ പെട്രോള് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 15 രൂപയുടെ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഇപ്പോൾ ശ്രീജിത്ത് അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? പിന്നെ അതായത് അതെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അതിനുള്ള മരുന്നാണ് എഥനോൾ. പെട്രോളിൽ എഥനോൾ കലർത്തിയുള്ള ഫ്ലെക്സ് ഫ്യൂവലിലൂടെയാണ് പെട്രോൾ വില കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഗഡ്കരി പറയുന്നത്. അതായത് പെട്രോളിൽ 60% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്താൽ വില ലിറ്ററിന് 15 രൂപ വരെ താഴ്ത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം വെറും ഒരു ഈ ബ്ലാബ്ലാ വർത്തമാനം അടിക്കുകയല്ല ചെയ്തത്, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി. അതായത് എഥനോളിൻ്റെ ആധിപത്യം പരിസ്ഥിതിക്ക്, കർഷകർക്കും ഒരുപോലെ മെച്ചമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു നേട്ടം കൂടി ഇതിനകത്തുണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇദ്ദേഹം പറയുകയുണ്ടായി, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന്. രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികളോട് അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യമാണ്. തുടർന്ന് ടൊയോട്ട നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ അധിഷ്ഠിത ഇന്നോവ കാർ അവതരിപ്പിച്ച് ഇതോടെ ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജിയിൽ ഉയരങ്ങൾ കീഴടക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് വെളിപ്പെടുകയും ചെയ്തു. നിലവിൽ കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന സങ്കേതങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗഡ്കരി പറഞ്ഞത് തീർച്ചയായിട്ടും എന്തായിരിക്കാം? അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും. നമുക്കറിയാം, നേരത്തെ ഇപ്പം ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ ഓരോരോ കാലങ്ങളിൽ പെട്രോളിൻ്റെ വിലവർധനവ് ഉണ്ടാകുന്നു. ഈ വിലവർധനവാണ് നമ്മുടെ ജീവിതത്തിന് പല കാര്യങ്ങളിൽ തകിടം മറിച്ചു കൊണ്ട് പോകുന്നത്. അതിലാണ് വിലക്കയറ്റത്തിന്റെ കേന്ദ്രബിന്ദു എപ്പോഴും പെട്രോളാണ്. ഇപ്പൊ 5 രൂപ കൂടിക്കഴിഞ്ഞാൽ ഇതിനനുസൃതമായിട്ട് നമ്മളുടെ ഉപ്പ് മുതൽ അല്ലെ എല്ലാ സാധനങ്ങൾക്കും അങ്ങോട്ട് വില കയറുകയാണ് ചെയ്യുന്നത്. അവിടെ സാധാരണക്കാരൻ്റെ നട്ടലില്
ഒടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് ഭരണകാലത്ത് ഇത് ഭീകരമായിരുന്നു എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കൂട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മളറിയത്തില്ല, അന്ന് കൂട്ടുന്നത് 50 പൈസ, 1 രൂപ. ഇന്ന് 50 പൈസയെങ്കിൽ നാളെ 2 ദിവസം കഴിയുമ്പോൾ 1 രൂപ. ഈ 50 പൈസ 1 രൂപയെന്ന് പറയുമ്പോൾ നമ്മളതിന് നിസ്സാരമായിട്ട് കളയും. പക്ഷേ ഒരു 2 ആഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത് പലപ്പോഴായിട്ട് 5 രൂപയെ വരെ എത്താറുണ്ട്. അതിൻ്റെ പേരിൽ എത്രയോ ഭാരത് ബന്ദ് വരെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോഴാണ് അതൊന്നും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് ഭരണത്തിൽ നിറങ്ങുന്ന കാലത്ത് ഏതാണ്ട് 80 രൂപയോളം നിൽക്കുകയാണ്. അപ്പോൾ അതിനെ 50 ആക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഇവരുടെ കയ്യിൽ അത് പിന്നീട് പിടിച്ചു നിന്നില്ല എന്നുള്ളതാണ്. അവിടെ BJPക്ക് എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടാകാം, അത് രാഷ്ട്രീയ വശം, നമുക്കത് മാറ്റാം. പക്ഷെ ഗഡ്കരി ഈ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്, വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹം അപഗ്രഥിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് നിലവാരവും വളരെ വലുതാണ്. അദ്ദേഹം തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുണ്ടല്ലോ, അതെ, അതിനെ പ്രൊമോഷൻ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കുകയുണ്ടായി. ഒരു പരിധിവരെ പലയിടത്തും അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നാം കാണുന്നുണ്ടല്ലോ വലിയ രീതിയിൽ. അതെ, ഇതിന് ഇദ്ദേഹം പറഞ്ഞത് ഈ പെട്രോളിയം പിന്നെ ഇത് തന്നെ അവരൊക്കെ ഏത് തരത്തിൽ, കമ്പനികളൊക്കെ ഏത് തരത്തിൽ ഇതിനെ വിലയിരുത്തും, അതിനെ കാണും, അത് ഇദ്ദേഹം പറഞ്ഞതിന് അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. കാരണം അതൊക്കെ ആ കമ്പനികൾക്കുണ്ടാകാൻ പോകുന്ന വലിയ ഭീമമായ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. എണ്ണ കമ്പനി മുഴുവൻ കോടീശ്വരന്മാരുടെ കയ്യിലാണ്. അതെ, കോടീശ്വരന്മാരാണ് പലപ്പോഴും ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ട്രംപിനെ പോലുള്ള ഒരാള് അധികാരത്തിൽ, വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരാൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് ജനുവരിയിൽ. ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം ഏത് തരത്തിൽ കൊണ്ടുപോകണമെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഈ ശതകോടീശ്വരന്മാർ പോലും ട്രംപുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഗഡ്കരി പറഞ്ഞിട്ടുള്ള കാര്യം, ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് സാധാരണക്കാരന് എല്ലാം തന്നെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ. ഇതിനകത്തൂടെ ഈ പറഞ്ഞ രീതിയിൽ പ്രോസസ്സിംഗ് നടത്തുമ്പോൾ പരിസ്ഥിതി പ്രശ്നവും കുറയുമെന്നുള്ളതാണ്. പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ഒരു പരിധിവരെ അത് പരിഹരിച്ചെടുക്കാനും ഒക്കെ തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ ഒരല്പം ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലൂടെ അത് കൂടുതലായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗഡ്കരിയുടെ വാക്കുകൾ ഏത് തരത്തിൽ ഇനി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം ഇദ്ദേഹം ഇത് രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പലരും തമാശയായിട്ട് കരുതി. ഏവരും തമാശയായിട്ടേ കരുതത്തുള്ളൂ. കാരണം 100 രൂപയും 110 രൂപ അടുപ്പിച്ച് പെട്രോളിൻ്റെ വില നിൽക്കുമ്പോൾ 15 രൂപയ്ക്ക് ഞങ്ങൾ പെട്രോൾ തരാം എന്ന് പറയുന്നു. ഇതൊരു പരീക്ഷണമായിട്ട് ഏത് തരത്തിൽ ഓടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇത് ശരിക്കും പ്രാവർത്തികമാക്കാൻ, അല്ലാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ വലിയ രീതിയിൽ തന്നെ വിലക്കയറ്റത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. ലോക തലത്തിലേക്ക് തന്നെ ഇത് ഉയരുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിത നിലവാരം തന്നെ നമ്മളെ മാറ്റി എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകുന്ന മറ്റ് പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ ധനം വിനിയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ എണ്ണയ്ക്കും മറ്റും മുടക്കുന്ന ഭീമമായ തുക മറ്റു പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ. അപ്പോഴും മാർക്കറ്റിൽ നിന്നത് പിന്മാറുന്നില്ല. മാർക്കറ്റിൽ ഈ പണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ഒരു മിനിമം സാമ്പത്തിക കാര്യങ്ങളിലുള്ള അറിവ് വെച്ച് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ തള്ളിക്കളയാനുള്ളതല്ല. അത് വേണ്ടവർ അത് ആ തരത്തിൽ തന്നെ എടുത്ത് ഇത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഗതി മാറുമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി അതെ, അങ്ങനെ ഇതിനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വലിയ, കാരണം ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഗഡ്കരി നമുക്കറിയാം ആരുമായിട്ട്, എല്ലാ കക്ഷികളുമായിട്ട് പോലും വലിയ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഗഡ്കരിയെ അത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കാതിരുന്നാൽ നന്നായി. ഗഡ്കരിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളാണ്. വെറുതെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ബൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞ ഒരു സദസ്സിൻ്റെ കയ്യടി നേടാൻ വേണ്ടിയുള്ള കാര്യമല്ലാതെ പ്രാവർത്തികമാക്കേണ്ട കാര്യം തന്നെയാണെന്നുള്ളതാണ്.